ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൈപ്പക്ക കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ കൈപ്പക്ക ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണിത്. പിന്നെ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കോൽപ്പുളി. അത് ഞാൻ വെള്ളത്തിൽ കുതിരാൻ ഇട്ടതിന് ഒരു ലെമൺ സൈസ് വലിപ്പത്തിൽ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചതാണിത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുകും 2 ഉണക്കമുളകും, കുറച്ച് വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് നാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചിയും ഇട്ട് കൊടുക്കുക, പിന്നെ നാം അരിഞ്ഞു വെച്ച കൈപ്പയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, പിന്നെ നാം എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, പിന്നെ നാം എടുത്ത് വെച്ചിരുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ആ പഴുപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. കൂടാതെ ഒരു 3/4 കപ്പോളം പുളിവെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് തീ ഓണാക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റി ഒന്ന് തിക്കാവണ വരെ നമുക്കിത് വേവിച്ചെടുക്കണം. കൈപ്പയ്ക്കയും സബോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വേവണ വരെ നമുക്കിത് അടച്ചു മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി അത്യാവശ്യം നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കുറച്ച് തിക്കായിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടിയും ഒന്ന് തിക്കാവാനുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ അത് പറയാൻ വിട്ടുപോയിരുന്നു. അത് പൊടിച്ചിട്ട് കൊടുക്കണമെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഈ ചൂടി കിടന്നത് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് തിക്കാവണ വരെ നമുക്കൊന്നും കൂടി വേവിക്കാം. ഇപ്പം നമ്മുടെ കൈപ്പക്ക കറി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇത് ഈ ചൂടിലിരുന്ന് ഒന്നും കൂടി തിക്കാവും. അപ്പം ഈ ഒരു തിക്കിൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കാച്ചി ഒഴിക്കാം. വെളിച്ചെണ്ണയിലാണ് കാച്ചി ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും.